ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടിയിൽ നിർത്താൻ വീഴ്ചേച്ച് പോയില്ലേ, നമുക്കൊരു ചായ കുടിച്ചേച്ച് വാങ്ങാം. എടാ ചായ എടുത്താൽ പുള്ളിക്ക് കൊടുക്കാനായിട്ട് മോനെ ഇറങ്ങിയോ? ആരാണ് ഇതിന് ഓടിയേ? ഇയാളല്ലേ ഇതിന് വണ്ടി ഓടിച്ചത്? പതുക്കെ ഊതി തിരക്കല്ലേ, തിരക്കൊക്കെ മാറി ഇത് പിടിക്കാം. ഇത് പതുക്കെ ഊതി പതുക്കെ ഊതി കുടിക്കാം, പതുക്കെ ഊതി കുടിക്കാം. നീ അവിടെ നിന്ന് പതുക്കെ ഊതി കുടിക്കാം, ഊതി കുടിക്കാം. നീ നമ്മൾ മാറിയിക്കാം. ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ? ഒരു ക്ലാസ് മേടിച്ചാൽ നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ? ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കായിട്ട് തുറന്നിറങ്ങൂലല്ലോ, ഇറങ്ങൂലല്ലോ. ഇറങ്ങി പഠിക്കാൻ പയ്യൻ വീണ് അവനെ പറ്റിയില്ല. അറിഞ്ഞാൽ തന്നെ രാത്രി വീട്ടിൽ പോയില്ലേ? ഒരു ക്ലാസ് കൂടെ ഇവിടെ മേടിച്ചാ നീ ഇവിടുന്ന് ഒരു ക്ലാസ് മേടിച്ചു. അത് മതി. കഴിഞ്ഞ കുറേ നാളുകളായി പ്രൈവറ്റ് ബസ്സുകാർ വളരെയധികം അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോക്ക് കവലയിൽ എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചെന്ന് മാത്രമല്ല, ബസ് നിർത്തിക്കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ ഏൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ അക്രമ മാർഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡിവൈഎഫ്ഐ എടുത്തിട്ടുള്ളൂ. ഇത് ഈ മൂവാറ്റുപുഴയിൽ അമിത വേഗത്തിൽ ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്കുമുള്ള ഒരു താക്കീതായി കണക്ക് കൂട്ടണമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ. അല്ലല്ല, വെള്ളം കൂടി കുടിക്കാം. അതൊക്കെ കൂടി കുടിച്ചു പോയാൽ കുടിക്കുന്നതിനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ കുടിക്കുന്നത് ഇല്ലില്ല. അല്ലല്ല, അത് സാറേ നാട്ടുകാരുടെ പൊതു വിഷയ, ഇത് നാട്ടുകാരുടെ പൊതു വിഷയ. ഈ വണ്ടി ഇല്ലില്ല, വണ്ടി പോകില്ല. കുടിക്കാണ്ട് വണ്ടി പോകില്ല. ആയിരത്താറെ കുടിക്കാണ്ട് വണ്ടി പോകില്ല. ഇല്ലില്ല, അല്ലല്ല, നിങ്ങൾ വണ്ടി പിടിച്ചോ, നിങ്ങൾ വണ്ടി പിടിച്ചോ, വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. ചാല് കഴിയുമ്പോൾ പോകണേ സാറേ, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കണ്ട. നിങ്ങൾ ഈ വണ്ടിയിൽ ആൾ വേണ്ടി മരിച്ചാൽ നിങ്ങൾ സമാനം പറയാം. ഇല്ലല്ലോ, അങ്ങനെ വേണ്ടതേ. അങ്ങനെ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകില്ല. നീ അത് കുടിച്ചാൽ നിനക്ക് നിന്റെ വണ്ടി ഇവിടുന്ന് ഞാൻ പറഞ്ഞേക്കാം. അവനിപ്പോ ഇറങ്ങിയതാന്നേ, അവനിപ്പോ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയതാ. ഈ ഇവന്റെ ഡ്രൈവർ ഇവനിപ്പോ ഇടയ്ക്ക് വെച്ച് മാറി കയറിയതാ.